എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിച്ചാലോ? നമ്മുടെ ആരോഗ്യമല്ലേ നമ്മുടെ സമ്പത്ത്. അതിനായിട്ട് കഞ്ഞി വെക്കാനായിട്ട് ഞാനിതാ ആദ്യം കറുകയാണ് എടുത്തിരിക്കുന്നത്. കറുകയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അടുത്ത് കയ്യുന്യം. ഇതൊക്കെ ദശപുഷ്പങ്ങളിൽപ്പെട്ട കുറച്ച് പച്ചമരുന്നുകളാണിത്. നമ്മൾ കിറ്റ് വാങ്ങിച്ച് കഞ്ഞി വെക്കാതെ നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്നുള്ള പച്ചമരുന്നുകൾ പറിച്ച് കഞ്ഞി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത്. പൂവാർ കുറുന്തല, ഇതിൻ്റെ പൂവൊക്കെ കണ്ടോ? ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തുണ്ട്. ഈ പറഞ്ഞ ഈ മരുന്നുകളെല്ലാം ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഉള്ളത് തന്നെ പറിച്ചെടുത്തതാണ്. ഒന്നും മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. തിരുതാളിയാണിത്, കണ്ടോ? തിരുതാളിയുടെ ഇല കണ്ടോ? ഈ തിരുതാളി പോലെ തന്നെ വേറെ ഇതേ സാമ്യമുള്ള വേറൊരു ചെടിയും കൂടെ ഉണ്ട്. പക്ഷേ ഇതാണ് യഥാർത്ഥ തിരുതാളി. ചെറുള, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കർമാദികൾക്കൊക്കെ എടുക്കുന്ന ഒരു മരുന്നും കൂടിയാണ് ചെറുള. ഇതെല്ലാം ഒരു 50 ഗ്രാം വെച്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മുക്കുറ്റി നമ്മൾ മുക്കുറ്റി ഈ കർക്കിടകത്തിൽ തലേ ചൂടുന്ന ഒരു പതിവുമുണ്ട്. തഴുതാമയാണ്. തഴുതാമയുടെ ഗുണങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ഇല പറിച്ച് നമ്മൾ തോരൻ വെച്ച് നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു പച്ചമരുന്നും കൂടെയാണ്. നിലപ്പുള്ളടി ഇല, ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പടർന്ന് കിടക്കുന്ന ഒരു സസ്യമാണ്, ഒരു മരുന്നാണ്. ഇത് കുഞ്ഞു പിള്ളേരുണ്ടാകുന്ന സമയത്ത് പച്ച മഞ്ഞളും ഇതും കൂടെ അരച്ച് വെണ്ണ നെയ്ക്കകത്ത് തേച്ച് പിള്ളേരെ കുളിപ്പിക്കാറുണ്ട്, അവർക്ക് നല്ല സൗന്ദര്യം കിട്ടുന്നതിന്. ഇത് കുറുന്തോട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറുന്തോട്ടി ഇല്ലാത്ത കഷായം ആയുർവേദത്തിലേ ഇല്ല. അതിൻ്റെ വേരാണ് നമ്മൾ എടുക്കുന്നത്. ബല എന്നൊരു പേരും കൂടെ ഈ കുറുന്തോട്ടിക്കുണ്ട്. അത്രയും നല്ലതാണ് കുറുന്തോട്ടി. തൊട്ടാവാടി അറിയാവില്ല. ഇതിന് പടയിഞ്ചാന്ന് ചില സ്ഥലത്തൊക്കെ പടയിഞ്ചാന്നും പറയും. ഇത് നമ്മുടെ ചതവ് പോലെയുള്ള നീർക്കെട്ടൽ വലിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ് ഈ തൊട്ടാവാടി. ഇത് നിലപ്പനയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് മരുന്നുകളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കീഴാർ നെല്ലി ഇടാം, പിന്നെ വള്ളി ഒഴിഞ്ഞിടാം. അങ്ങനെ പല പച്ചമരുന്നുകൾ വിട്ട് നമുക്ക് കഞ്ഞി വെക്കാം. എല്ലാം ഞാൻ കഴുകി ചെറിയ പീസായിട്ട് ഇതിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നമ്മൾ മരുന്ന് കിറ്റ് മേടിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ മരുന്നാണ് ഉള്ളതെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മളത് മേടിച്ച് കഞ്ഞി വെച്ച് കുടിക്കും. എന്നാൽ ഇങ്ങനെ നമ്മൾ പച്ചമരുന്ന് പറിച്ച് വെച്ചാൽ ഇതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ കലമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. മരുന്ന് കഞ്ഞി കർക്കിടകത്തിൽ നമ്മൾ ഒരു 7 ദിവസമെങ്കിലും ചുരുങ്ങിയത് കഴിക്കേണ്ടതാണ്. 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണ് എടുത്തത്. ഇതിൽ ഞാനൊരു 5 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ശരീരത്തിലെ നീർക്കെട്ടൽ ഒക്കെ മാറ്റാൻ പറ്റിയ ഒരു ഔഷധക്കഞ്ഞിയാണ് ഇവിടെ ഞാൻ ഇന്ന് വയ്ക്കുന്നത്. അതും നല്ല പച്ചമരുന്നുകൾ പറിച്ചെടുത്ത് തന്നെ വയ്ക്കുന്നു. ഇത് ഇടിച്ചു പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്ത് ആ നീരിനകത്ത് വേണേലും അരിയിട്ട് നമുക്ക് കഞ്ഞി വെക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് വെള്ളത്തിൽ വെന്ത് ആ വെള്ളമെടുത്ത് ആ വെള്ളത്തിലാണ് കഞ്ഞി വെക്കുന്നത്. ഇത് 5 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നല്ലത് മൺകലത്തിൽ ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ സ്റ്റീൽ കലം എടുത്തെന്ന് മാത്രം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വെന്ത് ഇതൊരു 3 ലിറ്റർ ഏകദേശം ആകുന്ന വരെ അതൊന്ന് അവിടെ ഇരുന്ന് വെന്ത് വെള്ളം വറ്റി വരണം. ഇതാ ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളം ആയിട്ടുണ്ട്, കണ്ടോ? ഇനി ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു.
കഞ്ഞി വെക്കാൻ ഏറ്റവും നല്ലത് ഞവര അരിയാണ്. ഞവര അരി എന്ന് പറയുന്നത് തന്നെ അരി, ആ ഞവര അരി ഒരു മരുന്ന് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഉണക്കലരിയോ നമ്മൾ കഞ്ഞി വെക്കുന്ന അരിയോ ഞുറുക്കരിയോ ഒക്കെ ഇട്ട് വേണേലും കഞ്ഞി വെക്കാം. ഞാൻ ഒരു ഗ്ലാസ് ഞവര അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ള കഞ്ഞിയൊക്കെയുള്ള അരിയുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഷുഗറിനും എല്ലാത്തിനും പറ്റിയൊരു മരുന്നാണല്ലോ ഉലുവ. അത് ഉലുവയും അരിയും കൂടെ ഞാൻ കഴുകി ഒരു കുക്കറിലിട്ടു. ഞവര അരിക്ക് നല്ല വേവുണ്ട്. ഒന്നെങ്കിൽ നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിക്കണം. വേവാൻ താമസമായതുകൊണ്ടാണ് ഞാൻ കുക്കറിനകത്തിട്ടത്. ഇതും കുക്കറിലല്ല, കലത്തിലാണ്, മൺകലത്തിലാണ് വെക്കേണ്ടത്. ഇതിലേക്ക് 1 സ്പൂൺ ജീരകം ഇട്ടു. ആദ്യം 1 സ്പൂൺ ഉലുവ ഇട്ടു, ഇപ്പോൾ 1 സ്പൂൺ ജീരകം ഇട്ടു. 1/4 സ്പൂൺ ആശാളി ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാൻ. ഇതിലേക്ക് 1/2 സ്പൂണ് ഇന്ദുപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മരുന്ന് വെള്ളം 1 ലിറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇത് വെന്ത് വാങ്ങിക്കഴിയുമ്പം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് മരുന്ന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് ഏകദേശം 1 ലിറ്റർ ഒഴിച്ച പാകത്തിനുണ്ട്. ഇത് വേകാൻ വളരെ താമസമായതുകൊണ്ട് ഞാനിവിടെ ഒരു 10 വിസിലടിച്ചതിന് ശേഷമാണ് ഇത് ഞാൻ വാങ്ങുന്നത്. നോക്കാം, കണ്ടോ, ഇപ്പം വെന്തിട്ടുണ്ട് കഞ്ഞി. ഈ പാകത്തിന് ലൂസ് പോരെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതും മരുന്ന് വെള്ളം, ആ വെള്ളമാണ് ഒഴിക്കാവുള്ളൂ. നല്ല സുന്ദരമായ മരുന്ന് കഞ്ഞിയാണ്. ഇങ്ങനെ പച്ചമരുന്ന് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ മരുന്നുകളും ഈ കഞ്ഞിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 അരമുറി തേങ്ങ ചിരകി പിഴിഞ്ഞെടുത്ത പാലാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് വറുത്തിട്ട് കഴിയുമ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഒരു പാത്രം അടുപ്പ് വെച്ചതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്ക്കകത്ത് ഇങ്ങനെ വറുത്തെടുക്കുന്നതാണ് ഏറ്റവും ഗുണമുള്ളത്. ഈ ഉള്ളി ഒന്ന് നല്ലപോലെ ഒരു ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ആക്കിയെടുക്കണം. കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി കഞ്ഞിക്കകത്തോട്ട് ഒഴിക്കുക. ഞാൻ ആ കഞ്ഞി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മുടെ വറുത്ത വെച്ച വറവലും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കഞ്ഞി വെച്ച് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. സുന്ദരമായ കഞ്ഞിയാണിത്. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ മരുന്നുകളും അടങ്ങിയ ഒരു കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.